Good morning, sir. Morning. This is my once again, good morning, sir. ഞാൻ ജോയിൻ ചെയ്യാണ് എൻ്റെ പേപ്പേഴ്സ് ഒക്കെ. നമസ്കാരം. നമസ്കാരം. തിരുവനന്തപുരത്ത് സംസ്ഥാന സമ്മേളനം കൊണ്ടുവന്നത് നമ്മുടെ ശ്രമം കൊണ്ടാ. സാറിന്റെ ശ്രമം കൊണ്ടാ. ആ കലക്കണം. കലക്കണമെങ്കിൽ പിരിക്കണം. അല്ല പിരിക്കാം, പക്ഷെ ഒരു പാർട്ടി ഒന്നും നടക്കണം. പകൻ അഡ്മിനിസ്ട്രേഷൻ. സാറേ, ഈ കടലാസ് എവിടെയാ കൊടുക്കണ്ടേ? ഇതാ ശോശാമയുടെ സെക്ഷനിലെ അവരവധിയില്ല, പ്രസവാവധി. അയ്യോ, എന്റെ കിടപ്പാടത്തിന്റെ കാര്യ. നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരൂ, ഗംഗാരേട്ടൻ വരട്ടെ. പുറത്ത് നിന്നാ മതി. എപ്പോഴാ പ്രസവം? സാർ ചായ ഇപ്പൊ കൊണ്ടുവരാം. ഓ സാറന്മാരെ, വക്കാലത്ത് നാരായണൻകുട്ടി സാറ് ചാർജ് എടുക്കുന്ന ദിവസമല്ലേ? നല്ല ഉഗ്ര മുളക് ബജി പറയട്ടോ. വക്കാലത്തിന്റെ പേരിലെ മുളക് ബജിയാകുമ്പോ എരിവ് ശാല കൂടും. അതെയോ? ആ ശരി, വൈകിട്ട് കാണാം. ആ പോടാ കള്ള. ദേ തമാശ കുറെ കൂടുന്നുണ്ട് കേട്ടോ. ഓ ശരി ശരി. ആ അതെ. അയ്യോ എനിക്ക് വയ്യ. ഓ ശരി ശരി. കറക്റ്റ് 12:15, 12:15. ഈ കാര്യ സുന്ദരി വളരെ പഞ്ചല. സാറ് ഊണ് കഴിക്കില്ലേ? 1 മണിക്കല്ലേ ലഞ്ച് ബ്രേക്ക്? യെസ്, വിളിച്ചോ? ഓ സാറേ, എന്റെ കിടപ്പാടം ഒന്ന് തല ചാക്കി ഇടല്ലേ സാറേ? സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ഒരു പന്തലും കെട്ടി കിടന്നാ മതി. അവിടെ കുറെ പേരുണ്ടല്ലോ. സാർ സാർ, ഇതൊരു ശല്യമായി തീർന്നല്ലോ. ഒന്ന് ഒപ്പിട്ട് കിട്ടിയാ മതി സാർ. സമയമാവുമ്പോ ഒപ്പിട്ട് തരും. അതെനിക്കറിയാം സാർ. സമയമാവുമ്പോ സ്ഥലം പതിച്ചേരായിരിക്കും പറ്റില്ല. നിങ്ങൾ തന്നില്ലെങ്കിലും ഈ കിളവിക്ക് 6 അടി മണ്ണ് അവകാശപ്പെട്ടതാ. ഭീഷണി ഭീഷണി. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആത്മഹത്യാശ്രമത്തിന് കേസ് ചാർജ് ചെയ്യാം, പിടിച്ച് ജയിലിലിടാം. അല്ലേ വക്കാലത്തെ? ആ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന സകല പരാതിക്കാരുടെ നേരെ കേസ് ചാർജ് ചെയ്യേണ്ടി വരും, അല്ലേ സാറേ? അണ്ണാ, ആദ്യം ചിലി ബജ്ജി, പിന്നെ ചായ. സോമേട്ടന്റെ സീനിയോറിറ്റി കേസിന്റെ വിധി പറഞ്ഞല്ലോ. ഇനി സോമേട്ടൻ സീനിയറാ. സെന്തിൽകുമാറിന്റെ റിവേർഷൻ ഉറപ്പാ. ഇനി ആപ്പീസ് വരാൻ നല്ല രസമായിരിക്കും. കീരി പാമ്പും തമ്മിലുള്ള സ്റ്റണ്ട് കാണാം. സാറ് കൂടി ഒരെണ്ണം എടുക്കണം. സർക്കാരിനെ സേവിക്കുന്നവരെ ആദ്യം സേവിക്കട്ടെ. ആ സ്വാഗത സംഘത്തിന്റെ മീറ്റിംഗ് ഉണ്ട്. 2 റൗണ്ട് കളിച്ചിട്ടുള്ള മീറ്റിംഗ് എല്ലാം മതി. അത് ശരിയാ. ഒരു നാടാണ്. ഞാനും ഇറങ്ങുക. നേരത്തെ പോയില്ലെങ്കിൽ ലിമിറ്റഡ് കിട്ടുകയില്ല. അതാ. നാളെ കാണാം. ഓ
സാറ് പോണില്ലേ? 5 മണി വരെയല്ലേ ഓഫീസ് ടൈം. പിന്നെ എന്താ പേര്? കൃഷ്ണമ്മ. ഒക്കെ ശരിയാവും കേട്ടോ. എവിടുന്ന് ശരിയാവാനാ? ശോശാമ്മയുടെ പ്രസവം, ജെയിംസിന്റെ വീട് പണി, ഗംഗാധരന്റെ സീരിയല്, ഇതൊക്കെ കഴിഞ്ഞ് എന്റെ കടലാസ് മേലുദ്യോഗസ്ഥന്റെ കയ്യിലെത്തുമ്പോഴേക്കും ഞാൻ അങ്ങ് മേലോട്ട് എത്തിയിരിക്കും സാറേ. ഹേയ് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇന്ന് ജോയിൻ ചെയ്തോളൂ. ഫയലൊക്കെ ഒന്ന് നോക്കട്ടെ. ആ പേപ്പർ കണ്ടു തരും. കാര്യം ശരിയായാലേ ഞാൻ സാറിനെ വന്നൊന്ന് കാണുന്നുണ്ട്. എന്തെങ്കിലും കൈക്കൂലി ഇപ്പോഴെന്റെ കയ്യിൽ ഒന്നുമില്ല സാറേ. ഹലോ, മുഖ്യമന്ത്രി അല്ലേ? അതെ, മുഖ്യമന്ത്രിയാ. ആ പേര് പറ, പേര് പറ. എന്റെ പേര് നാരായണൻകുട്ടി. ആ എന്താ കുട്ടി? ഏടുന്നാ? തിരുവനന്തപുരത്ത്. ലോക്കലാ? ആ എന്താ പരാതി? എന്റെ സ്വന്തം കാര്യമല്ല സാർ. ശാലയിൽ താമസിച്ചിരുന്ന കൃഷ്ണമാൾ എന്ന് പറഞ്ഞൊരു വിധവ കഴിഞ്ഞൊരു പെറ്റീഷൻ കൊടുത്തിരുന്നു. അവിടെ ഒരു ഫാക്ടറി തുടങ്ങിയില്ലേ സാറേ? അപ്പോ ഗവൺമെന്റിൽ നിന്ന് ലാൻഡ് അക്യൂർ ചെയ്തപ്പോ അവരുടെ കിടപ്പാടം പോയി. പകരം ഗവൺമെന്റിൽ നിന്ന് സ്ഥലം കൊടുക്കുന്നൊക്കെ പറഞ്ഞൊരു സർക്കുലർ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോഴും ചുവപ്പ് നാടെ കുടുങ്ങി കിടക്കുക. ലാൽ സലാം. ആ ഇപ്പൊ എന്താണ് പൊസിഷൻ? സാങ്ഷൻ പേപ്പർ ക്ലാർക്ക് ഒന്ന് വെരിഫൈ ചെയ്താൽ മതി സാർ. ബാക്കിയൊക്കെ ഓക്കെയാ. ആ പിന്നെന്താണോ ഓൻ വെരിഫൈ ചെയ്യാത്തത്? അതാണ് പരാതി സാർ. റൈറ്റ്. ആ കൃത്യവിലോപ. അതെ അതെ. ആ കൃഷ്ണമാളോട് ഒരു പരാതി എഴുതി കൊടുക്കാൻ പറ. ശരി സാർ. സാറേ, പിന്നെ ഈ സർക്കാർ ഓഫീസിലെ സ്റ്റാഫുകളൊന്നും കൃത്യസമയത്ത് വരുന്നില്ല സാർ. വന്നാൽ തന്നെ അവര് സമയത്തിന് മുമ്പ് തിരിച്ചു പോവാ. കൃത്യമായിട്ട് എങ്ങനെ പറയുന്നു? സാറേ, ഞാനിപ്പോ സെക്രട്ടേറിയറ്റില്ല, ഡെപ്യൂട്ടേഷനില്ല. ഇതാരപ്പ ഞാനറിയാതെ സെക്രട്ടേറിയറ്റിൽ ഒരു നാരായണൻകുട്ടി? നമ്മടെ വക്കാലത്ത് നാരായണൻകുട്ടിയാ. അതെ സാർ, ലാൽ സലാം. പിന്നെ നമുക്ക് ശരിക്കും അറിയാപ്പാ. ഓനറിയാത്ത ഏത് മന്ത്രി ഇവിടെ ഉള്ള? നമ്മടെ ശശീന്ദ്രക്കുറുപ്പിനെ കസേരന്ന് തള്ളിയിട്ടോന്നല്ലേ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല ആ സാർ. പിന്നെ കൃഷ്ണമാള് കാര്യത്തിൽ ഈ ഒന്ന് ഇടപെടും. ഓ, സ്പീഡാക്ക്. ഓ ഞാനും നോക്കാം. ശരി സാർ, ലാൽ സലാം. ലാൽ സലാം. ആ ഇല്ലെങ്കിൽ ഓൻ നമ്മളെ കോടതി കേട്ടും. അല്ല, ഈ നാട്ടിൽ ഇങ്ങനെയും ചിലരൊക്കെ വേണപ്പാ. ഓൻ നമ്മുടെ ആളാ. സാർ, നമ്മുടെ വക്കാലത്ത് നാരായണൻകുട്ടി ടിവിയില്. വക്കാലത്ത് നാരായണൻകുട്ടി ഞാൻ സാറിനൊന്ന് കാണാൻ വന്നതാ. എല്ലാം ശരിയായി അല്ലേ? ആ ഒക്കെ ശരിയായി. കിടപ്പാട് അനുവദിച്ചു കിട്ടി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് വന്ന് നോക്കിയതല്ലേ. ഒരു വക്കാലത്ത് നാരായണൻകുട്ടിയാ മന്ത്രിയെ കൊണ്ടായി ചെയ്യിപ്പിച്ചത്. സാറേ, എനിക്ക് ആ കുട്ടിയൊന്ന് നേരിട്ട് കാണണം. സാറിന് ആളെ അറിയാവോ? ഞാനും ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഒന്ന് നന്നേ ഞാൻ കാത്തിരിക്കുന്നു. എന്തിന്? ഞാൻ പറഞ്ഞില്ലല്ലോ. ഓ, ഇനിയിപ്പം വെയിറ്റിംഗ് ചാർജിന്റെ പേരിൽ കശവശി ഉണ്ടാക്കാനാണെങ്കിൽ വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. നിയമം പറഞ്ഞു വണ്ടി കയറി മീറ്റർ ഇട്ട് വണ്ടി എടുക്കാൻ പറഞ്ഞ കക്ഷി വക്കാലത്ത് നാരായണൻകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. വണ്ടി കയറ. ഇയാള് വെള്ളടിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. എന്താ കൊണ്ട് ഇടിക്കൊന്ന് പേടിയുണ്ടോ? ജീവിച്ച് കൊതി തീർന്നിട്ടില്ലല്ലേ? പിടിച്ചേ. അങ്ങനെ കുറെ കാലം ജീവിച്ചിരിക്കണം എന്ന് ഒരാഗ്രഹമില്ല മക്കളെ. നീ മീറ്റർ ഇടാ. ഇടാം. എനിക്കും കുറച്ച് പറയാനുണ്ട്. നിയമം സംരക്ഷിക്കാൻ മൊത്തം ജീവിതം തീരെഴുതി കൊടുക്കാൻ തീരുമാനിച്ചു. ഒരപേക്ഷയുണ്ട്. ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി ചോര വേർപ്പാക്കുന്ന പാവങ്ങളെ നാരായണൻകുട്ടി ഇരയാക്കുക. മേല് വേർക്കാതെ പാവങ്ങളെ ചോര ചീറ്റിക്കളിച്ച് സ്വന്തം കാര്യം നേടുന്ന കപട രാഷ്ട്രീയക്കാരുടെ മുഖം മൂടി പിച്ചി ചീന്തണം നിയമത്തിന്റെ വാളുകൊണ്ട്. ഒരുപാട് തൂത്തുവരാനുണ്ട്. ജനനം മുതൽ മരണം വരെ നിയമമനുസരിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരും നിയമലംഘനം ഒരു ജന്മാവകാശമായി കരുതി ജീവിതം തന്നെ ഒരു ആഘോഷമായി കൊണ്ടാടുന്നവരും ഒരേ നാട്ടിൽ. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ പഞ്ചിംഗ് കാർഡ് സിസ്റ്റം ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു.
പൊതുജന താൽപര്യങ്ങളെ മുൻനിർത്തി സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥൻ കൂടിയ വക്കാലത്ത് നാരായണൻകുട്ടി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിന്മേലാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ വിധി പുറപ്പെടുവിച്ചത്. പഞ്ചിങ് കാർഡ് സിസ്റ്റം പിൻവലിക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്. എംപ്ലോയീസ് കോൺഫെഡറേഷൻ സിന്ദാബാദ്. എംപ്ലോയീസ് കോൺഫെഡറേഷൻ സിന്ദാബാദ്. തൊഴിലാളികളെ ഒറ്റപ്പെടുത്തുക. തൊഴിലാളികളെ ഒറ്റപ്പെടുത്തുക. പഞ്ചിങ് കാർഡ് സിസ്റ്റം വേണ്ടേ വേണ്ട. കോൺഫെഡറേഷൻ സിന്ദാബാദ്. നാരായണൻകുട്ടി ഗോ ബാക്ക്. നാരായണൻകുട്ടി ഗോ ബാക്ക്. സർക്കാർ ജോലിയാകുമ്പോ തോന്നുമ്പോ വരാം, തോന്നുമ്പോ പോവാം, തോന്നുമ്പോ പണിയെടുക്കാം. നാട്ടുകാരെ മുഴുവൻ അവതാളത്തിലാക്കിക്കൊണ്ട് സംഘടിത തൊഴിലാളി വർഗത്തിന്റെ സ്വാതന്ത്ര്യം. ഇതെന്റെ വീടാണ്, ഞാൻ എന്തും ചെയ്യുന്ന പറഞ്ഞ് അവനവന്റെ പുറപ്പുറത്ത് കയറി തുണിയില്ലാതെ നിരങ്ങുന്നതാണല്ലോ പിന്നെ സ്വാതന്ത്ര്യം. തോന്നിയാസ് അനുവദിച്ചു കൊടുക്കുന്ന സ്വാതന്ത്ര്യം. പണി പണി പണിയെടുക്കണം. മാസാമാസം എണ്ണി മേടിക്കണതേ കാട്ടും കാട്ടൊന്നുമല്ലല്ലോ. എനിക്ക് പണിയെടുക്കണം, അകത്ത് പോകണം. വഴിമാറ്. ചന്ദ്രൻ നാരായണകുട്ടിക്ക് വേണ്ടി എസ്കോർട്ട് കൊടുക്കും. ഓ ശരി സാർ. വിളിച്ചു പറഞ്ഞില്ലേ എനിക്ക് പ്രൊട്ടക്ഷൻ വേണം, അകത്ത് പണിക്ക് കയറണം. മണി 10 10 10 10 10 10 10 മണിക്ക് എന്താണെന്ന് 16 എന്താണോ സാറിന്റെ അല്ലേ സാർ? സാറിന്റെ അല്ലേ സാർ? ചന്ദ്രൻ ചന്ദ്രൻ സാറേ പോവാൻ പറ്റില്ല. ഇയാളുടെ വയറ് വയറ് മാറ്റി മാറ്റി. ലേശം മാറിക്ക്, ലേശം. ഇനി പോയിക്കൂടെ? എസ്കോട്ട് എസ്കോട്ട്. എസ്കോട്ടിലാക്കണം. എന്തോ സാറേ മൂന്നാറ് ഓപ്പൺ ആണ്. നാരായണൻകുട്ടി സിന്ദാബാദ്. നാരായണൻകുട്ടി സിന്ദാബാദ്. അയ്യോ സോറി കേട്ടോ സാർ ഇരിക്കുക. കുഴപ്പമില്ല. അയ്യോ ഡ്യൂട്ടിയാണെന്ന് അറിയാം, എന്നാലും പ്ലീസ് എനിക്ക് വേണ്ടി പ്ലീസ് പ്ലീസ്. ഓ നിങ്ങളോടും കൂടിയാ. അവിടെ ഇവിടെ കിടന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും പ്ലീസ്. ബി കംഫർട്ടബിൾ. എന്റെ മടിച്ച സർക്കാർ ജീവനക്കാരുടെ കൊമ്പൊടിച്ചു ആ വക്കാലത്ത് നാരായണൻകുട്ട. ടി വി കണ്ടില്ലേ? സമ്മതിക്കണോ അല്ലേ? ലിസ്റ്റിൽ അടുത്ത അടി പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അത് കിട്ടുമ്പോ നേരെയാവും. പോലീസുകാരൻ അടിക്കാൻ അറിയില്ലൂടെ? ആ വക്കാലത്തിന്റെ കാട്ടം നടക്കുന്ന For the health, wealth and prosperity of Matthew Neriparmbil, Public Prosecutor. Long live Advocate Matthew. Cheers! Cheers! ഹലോ ഹലോ. പബ്ലിക് പ്രോസിക്യൂട്ടറായ സന്തോഷത്തിൽ എന്തും പബ്ലിക്കായി ചെയ്യാമെന്നായല്ലേ? ഹേയ് ബോധമൊന്നും പോയിട്ടില്ല. ഈവൻ നൗ എത്ര അടിച്ചാലും ഞാൻ സ്റ്റഡിയാ. യു മേ ആസ്ക് എനി ഡൗട്ട്സ്. എന്ത് ലോ പോയിന്റ് വേണം ചോദിച്ചോ. ക്രിമിനൽ നടപടി നിയമത്തിൽ ഒത്തുരാജിയാകാവുന്ന കേസുകളിൽ അപകീർത്തി കേസ് പെടുമോ? ഓഫ് കോഴ്സ്, തീർച്ചയായും. പരാതിക്കാരൻ അപേക്ഷ ബോധിപ്പിച്ചാൽ അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വെറുതെ വിടാം. എനി അതർ ഡൗട്ട്? നാരായണൻകുട്ടിക്ക് ഈ നിയമം അറിയാതിരിക്കോ? പിന്നെ ഐ ഡൗട്ട് അയാളൊരു കോംപ്രമൈസിന് തയ്യാറാവുമോ? ഐ ഹാവ് നോ ഡൗട്ട്. ഹായ് മാത്യു. ഹെൽത്ത് ഒക്കെ നോക്കണേ. ചിക്കൻ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ട്, കഴിച്ചോളൂ. ഞാൻ പിന്നെ കഴിച്ചോളാം. രണ്ടുപേർ നല്ല ജോഡി. രണ്ടുപേരും കൂടി ചേർന്ന് ഒരു ലീഗൽ ഫേം രജിസ്റ്റർ ചെയ്തൂടെ? ഐ വിൽ ബി ഇൻ ചാർജ് ഓഫ് ഇറ്റ്. രണ്ട് സ്ഥലത്ത് പറയുന്നു. ഡു യു ഹാവ് എനി ഒബ്ജക്ഷൻ? പ്രൈസ് ദി ലോർഡ്. ഓ താങ്ക് യു സർ. അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞ് ശരിയായില്ലേ? അമ്പലി തുമ്പനി അങ്ങനില്ല.
ആക്രാന്ത മൂത്ത് അതിൽ കയറി പിടിക്കരുത്. നല്ല സൂട് ഉറപ്പാക്കി തരൂ. ഇവനും ഒരു പോലീസാണല്ലോ. കർമ്മം കർമ്മം. ഓക്കെ, ഐ വിൽ ബി ബാക്ക്. ഓക്കെ. ഹലോ ഹലോ മാത്യു, നിന്റെ ഫ്രണ്ട് വക്കാലത്ത് നാരായണൻകുട്ടിയെ മാത്രം കണ്ടില്ല. എന്താ ക്ഷണിച്ചില്ലേ? അവനെ ക്ഷണിച്ചിട്ടുണ്ട്. അവനെ ക്ഷണിക്കാനായിട്ട് ആന പോയിരിക്കാ. താലപ്പൊലിക്ക് നിന്റെ ബോഡി റെഡിയാ. ചന്ദ്ര സൂൾ സംസാരിക്കണം. വക്കാലത്ത് നാരായണൻകുട്ടിയുടെ പേരിട്ടപ്പം നിനക്ക് എന്താ കടന്നൂത്തുന്നേ? കുത്തും. ചന്ദ്രനല്ല, സൂര്യൻ. സൂര്യൻ. ഹായ്, പത്രം തുറന്നേക്കാം വക്കാലത്ത് നാരായണൻകുട്ടിയുടെ ന്യൂസ്. TV ഓൺ ചെയ്ത വക്കാലത്ത് നാരായണൻകുട്ടിയുടെ അഭിമുഖം. ചടങ്ങുകളിൽ വക്കാലത്ത് നാരായണൻകുട്ടിയുടെ പ്രസംഗം. 4 ആൾ കൂടുന്ന സമയത്ത് വക്കാലത്ത് നാരായണൻകുട്ടിയെ പുകഴ്ത്തി സംസാരിക്കുക. എപ്പ ലോഡായെന്ന് ചോദിച്ചാ മതി. ഇവിടെങ്ങനെ ഇത്തിരി മനസമാധാനം കിട്ടുന്നു വെച്ചപ്പോ നിനക്ക് വക്കാലത്തിന് കാണലടാ. നീ കുടിക്കണ്ട, അങ്ങനെ കളയണ്ട. നിനക്ക് വക്കാലത്തിന് കാണലടാ. മുമ്പിയാ കളിക്കാൻ. കാലത്തയയിലടുമയ്യാൽ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. കടവുളെ, ഇതെന്നെ വെറുതെ. അതെ, മാത്യു കുറച്ചു നേരത്തെ ഇവിടെ വന്നിരുന്നു. അവനെന്താ ഇവിടെ കാര്യം? അവൻ വലിയവനായെങ്കിലും നമ്മളെ ഒന്നും മറന്നിട്ടില്ല. സ്നേഹമുള്ളവനാ. എന്തിനാ വന്നത്? അവൻ ഇവിടെ വരാൻ പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? അയാൾക്കൊരു ഗുമസ്തന്റെ ആവശ്യമുണ്ട്. അത് ഞാൻ തന്നെ വേണമെന്നൊരാഗ്രഹവും പറഞ്ഞു. മാത്യു പറയുമ്പോഴേ അത് വേണ്ട. അല്ല, എനിക്കും ചില്ലറ ചിലവൊക്കെ ഇല്ലേ, അതൊക്കെ അങ്ങ് നടക്കുകയും ചെയ്യും. ഇവനോട് എന്തിനാ വിസ്തരിച്ച് പറയണേ? നിന്റെ അച്ഛൻ മേത്തിന് വാക്ക് കൊടുത്തു. അച്ഛൻ പണിയെടുക്കുന്നതിന് നിയമപരമായി വല്ല തടസ്സം ഉണ്ടെങ്കിൽ നീ അതിനും കേസ് കൊടുക്ക്. അല്ല പിന്നെ അച്ഛൻ പണിക്ക് പോകുന്നതിനെതിരെ മകന് കേസ് കൊടുക്കാമോ? വകുപ്പ് കാണുമല്ലേ? ഹലോ, അഡ്വക്കേറ്റ് മാത്യു ആണ്. അച്ഛനൊന്ന് കൊടുക്കൂ. മാത്യു സാർ. എന്താ സാർ? കാണാം സാർ. ശരി, ചെയ്യാം സാർ. വന്ന് കാണാം. ശരി സാർ, സംഭവിച്ചു സാർ. ശരി. ആരാ പാടുന്നേ? അത് നമ്മുടെ നാരായണൻകുട്ടിയുടെ അച്ഛൻ. അച്ഛാ സിസ്റ്റർ നിവേദിത, മദർ ഇന്ത്യ. നാരായണൻകുട്ടിയുടെ അമ്മയല്ലേന്ന്. കക്ഷി എവിടെ കാണുന്നില്ലല്ലോ. ആരെയാ അന്വേഷിക്കുന്നത്? ഹീറോ എവിടെ? നാരായണൻകുട്ടിയാ? അവൻ 8 മണിക്ക് ആഫീസിൽ. ചോക്ലേറ്റ് ഉമ്മ ടാറ്റ. നീ ഏതാ? എന്തിനാ വന്നേ? ചോക്ലേറ്റ് തരാൻ. അമ്മൂമ്മയ്ക്ക് എപ്പോ ചോക്ലേറ്റ് വേണം തോന്നുന്നു. ഇമ്മീഡിയറ്റ് ഡോർ ഡെലിവറി സർവീസ്. ടാറ്റ.